ഇന്ത്യൻ സൈനികരെ പറ്റി മൊയ്സുവിന്റെ അവകാശവാദം മറ്റൊരു നുണയാണെന്ന് തെളിയിച്ച്, അത് പച്ച കള്ളത്തരമാണെന്ന് തെളിയിച്ച് മാലദ്വീപിന്റെ തന്നെ മുൻ വിദേശകാര്യമന്ത്രി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇന്ത്യയുമായുള്ള തർക്കം തുടരുന്നതിനിടെ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിനെതിരെ മാലദ്വീപ് മുൻ വിദേശകാര്യമന്ത്രി അബ്ദുള്ള ഷാഹിദ് രംഗത്തെത്തി. ഇന്ത്യൻ സൈനികരുടെ എണ്ണത്തെപ്പറ്റി മൊയ്സു പറഞ്ഞത് നുണയാണെന്നാണ് അബ്ദുള്ള ഷാഹിദ് പറയുന്നത്. സായുധരായ വിദേശ സൈനികർ രാജ്യത്തില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: 100 ദിവസം പിന്നിടുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ആയിരക്കണക്കിന് ഇന്ത്യൻ സൈനികർ മാലദ്വീപിലുണ്ടെന്ന പ്രസിഡന്റ് മൊയ്സുവിന്റെ അവകാശവാദം മറ്റൊരു നുണയാണ്. ഇപ്പോഴത്തെ ഭരണകൂടത്തിന് കൃത്യമായ അക്കങ്ങൾ പറഞ്ഞ് സംസാരിക്കാൻ കഴിവില്ല. രാജ്യത്തെ സായുധരായ ഒറ്റ വിദേശ സൈനികൻ പോലും ക്യാമ്പ് ചെയ്യുന്നില്ല. സുതാര്യത പ്രധാനമാണ്, സത്യം നിലനിൽക്കണം. ഇന്ത്യൻ സൈനികരെ മാലദ്വീപിൽ നിന്ന് ഒഴിവാക്കുമെന്നത് തെരഞ്ഞെടുപ്പ് സമയത്ത് മൊയ്സുവിന്റെ പ്രധാന വാഗ്ദാനമായിരുന്നു. നിലവിൽ 70ഓളം സൈനികർ, ഡോണിയർ മാരിടൈം പെട്രോൾ എയർക്രാഫ്റ്റ്, 2 ധ്രുവ് ഹെലികോപ്റ്റർ എന്നിവ ഇന്ത്യയുടേതായി മാലദ്വീപിലുണ്ട്. അധികാരത്തിലേറി 2ാം ദിവസം തന്നെ ഇന്ത്യൻ സൈനികർ രാജ്യം വിടണമെന്നും മൊയ്സു ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിരുന്നു. മാലദ്വീപിലെ ഇന്ത്യൻ സൈനികരെ പിൻവലിച്ചു പകരം സാങ്കേതിക വിദഗ്ധരെ നിയമിക്കുമെന്നാണ് അടുത്തിടെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. ഫെബ്രുവരി 2-ന് ന്യൂഡൽഹിയിൽ ഇരു കൂട്ടരുടെയും സംയുക്ത ഉന്നതതല യോഗവും നടന്നിരുന്നു. ഇന്ത്യൻ സൈനികരുടെ ആദ്യ സംഘത്തെ മാർച്ച് 10-ന് മുൻപും അവശേഷിക്കുന്നവരെ മെയ് 10-ന് മുൻപും മടക്കി അയക്കുമെന്നാണ് മൊയ്സുവിന്റെ നിലപാട്. മാർച്ച് 15-നകം മാലദ്വീപിൽ നിന്ന് ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കണമെന്നാണ് പ്രസിഡന്റ് മൊയ്സു ആവശ്യപ്പെട്ടിരിക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം മൊയ്സു ചൈന സന്ദർശിക്കുകയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള മൊയ്സു നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു പിന്നാലെയാണ് ഈ തീരുമാനം. ഇന്ത്യയുമായുള്ള നയതന്ത്ര തർക്കത്തെ തുടർന്ന് മാലദ്വീപും ചൈനയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ സൂചനയായാണ് ഈ നീക്കം. സൈന്യത്തെ പിൻവലിക്കാനുള്ള ചർച്ചകൾക്കായി മാലദ്വീപും ഇന്ത്യയും ഒരു ഉന്നതതല കോർ ഗ്രൂപ്പ് രൂപീകരിച്ചു. അതുപോലെ തന്നെ മാലദ്വീപിന്റെ മുൻ പ്രതിരോധ മന്ത്രി മരിയ ദീദി ഇന്ത്യ മാലദ്വീപ് ബന്ധത്തിന്റെ വിവിധ വശങ്ങൾ ഉയർത്തിക്കാട്ടി. മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിനെ പക്വതയില്ലാത്തവൻ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെ മാലദ്വീപിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ഇന്ത്യൻ സൈനികരിൽ നിന്ന് മാലദ്വീപിന്റെ പരമാധികാരത്തിന് ഒരു ഭീഷണിയുമില്ലെന്നും അവകാശപ്പെട്ടു. അയൽക്കാർക്കും സുഹൃത്തുക്കൾക്കും ഇടയിൽ വിശ്വാസവും സൗഹൃദവും നിലനിൽക്കുമ്പോഴാണ് ഒരു രാജ്യത്തിന്റെ പരമാധികാരം ഉറപ്പാക്കപ്പെടുന്നതെന്നും അവർ അഭിപ്രായപ്പെട്ടു. അതുപോലെ തന്നെ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു മറ്റാരുടെയും നിഴലിലാണ് എന്നും തിരഞ്ഞെടുപ്പ് സമയത്ത് തന്റെ വിജയം ഉറപ്പിക്കാൻ മാത്രമാണ് അദ്ദേഹം ശ്രമിച്ചത് എന്നും അവർ അഭിപ്രായപ്പെട്ടു. എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് മാലദ്വീപ് സമ്പദ് വ്യവസ്ഥ വളരെ മോശമായ അവസ്ഥയിലാണ്. മൊയ്സുവിന്റെ നീക്കങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് മരിയ ദീദി പറയുന്നത്, ഇന്ത്യ നമുക്ക് വേണ്ടി ചെയ്യുന്ന സഹായം ശരിക്കും ഏറ്റെടുക്കാൻ ചൈനയ്ക്ക് കഴിയുമോ എന്ന് ചിന്തിക്കണം. മാലദ്വീപിന്റെ ബന്ധം ഇന്ത്യയുമായുള്ള ബന്ധം വഷളാകുകയാണെങ്കിൽ ചൈനയ്ക്ക് ഗുണം ചെയ്യും. ഏതു പ്രതിസന്ധിയിലും ആദ്യം ഓടിയെത്തുന്ന കരങ്ങൾ ഇന്ത്യയുടേതാണ്. വിനാശകരമായ അനന്തരഫലങ്ങൾ അടുത്തിടെ തിരിച്ചറിഞ്ഞ മൊയ്സുവിന്റേത് പക്വതയില്ലാത്ത നീക്കമാണെന്നാണ് മുൻ മന്ത്രി പറഞ്ഞത്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത്, ഇന്ത്യൻ സൈന്യത്തിൽ സുഹൃത്തുക്കളുള്ള എത്രയോ മാലദ്വീപുകാരെ എനിക്കറിയാം. അവർ സഹോദരങ്ങളെ പോലെയാണ്. അവർ ഒരേ കന്റോൺമെന്റിൽ ഉറങ്ങി, ഒരുമിച്ച് ജോലി ചെയ്ത്, ഒരുമിച്ച് സഹപാഠികളായി. അത്തരത്തിലുള്ള ഒരു പരമ്പരാഗത ബന്ധമാണ് ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ളത്. ഞങ്ങൾ ചോറും കറിയും കഴിക്കുന്നു, നിങ്ങളും ചോറും കറിയും കഴിക്കുന്നു. ഞങ്ങൾ ഇന്ത്യൻ ബോളിവുഡ് സിനിമകൾ ഇഷ്ടപ്പെടുന്നു, ഹിന്ദി സംഗീതം ഇഷ്ടപ്പെടുന്നു. അസുഖം വരുമ്പോൾ ഇന്ത്യയിലേക്കാണ് എത്തുന്നത്. മാലദ്വീപിലെ ആഡംബര റിസോർട്ടുകളെല്ലാം ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത മണലും ചരലും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. വെറും 5 വർഷത്തേക്ക് അധികാരത്തിലെത്തിയ മൊയ്സുവിനെ എടുത്തു കളയാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇവയൊന്നും. മൊയ്സു പക്വതയില്ലാതെയാണ് പെരുമാറുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.